മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സുകളൊന്ന് മാറ്റി നട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാറ്റി നടുന്ന വീഡിയോസൊക്കെ ഞാൻ പല രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പക്ഷേ എന്നാലും പല കൂട്ടുകാരും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാണാത്ത കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സീഡിട്ട് മുളപ്പിച്ച പ്ലാന്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിപ്പമുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതും. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മൾ ഇത്തരം പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ എൻ്റെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറും നിങ്ങളുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറും കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് പ്ലാന്റ്സ് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അതിൻ്റേതായ കുറച്ച് ക്ഷീണങ്ങൾ കാണും. ഇത് പ്ലാന്റ്സാണ്, ലൈവ് പ്ലാന്റ് ആണ്, ജീവനുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് പെറ്റൂണിയ പ്ലാന്റുകൾ. എന്നാൽ നമ്മൾ അത് ചെയ്യാണ്ട് അല്ലെങ്കിൽ അതിന് ഡാമേജ് പറ്റാതെ സേഫായിട്ട് കസ്റ്റമറിൻ്റെ കയ്യിലെത്തണം എന്നുള്ള ഇതിലാണ് നമ്മൾ ഓരോ പ്ലാന്റുകളും നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതിൻ്റെ ചോട്ടിലൊക്കെ നിറച്ചും ലീഫുകളാണ്. നമ്മളൊരു സ്റ്റെം കട്ടിങ് ചെയ്യുന്ന പ്ലാന്റും ഒരു സീഡ് ഇട്ട് മുളപ്പിച്ച് എടുക്കുന്ന പ്ലാന്റും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ഇത് മറ്റേതെന്ന് പറയുമ്പം സ്റ്റെമ്മ് വന്നിട്ട് മുകളിലോട്ടായിരിക്കും ലീഫ് വരുന്നത്, ഇതിൻ്റെ താഴെയാണ് ലീഫുകളുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പൊതിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പെറ്റൂണിയ നമുക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. കുറച്ച് റിസ്ക്കാണ്. എന്നിട്ടും നമ്മൾ ആ റിസ്ക് മറികടന്നുകൊണ്ട് മാക്സിമം പ്ലാന്റിനൊന്നും പറ്റാണ്ടാണ് നമ്മൾ ഓരോ കസ്റ്റമറിൻ്റെയും കയ്യിലെത്തിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം സൈഡിൽ നിന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പൊതിഞ്ഞ് വിടുന്ന സമയത്ത് 1-2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും പലർക്കും പ്ലാന്റുകൾ എത്തുന്നത്. ആ സമയത്ത് ചിലപ്പം ഇതിൻ്റെ ചോട്ടിലുള്ള ലീഫുകൾ മഞ്ഞ കളറിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് പൊതിയാത്ത ഒരു പ്ലാന്റുകളാണെങ്കിൽ, ഇപ്പോൾ ഇത് ഞാൻ സെല്ല് ചെയ്യാത്ത പ്ലാന്റാണ്, പക്ഷെ എന്നിട്ട് പോലും ഇതിൻ്റെ മഞ്ഞളിപ്പ് ബാധിച്ചിട്ടുണ്ട്. മഞ്ഞളിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഒരു രോഗമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കോ അല്ല. ഈ ആവിച്ചിരിക്കുന്ന സമയത്ത് പ്ലാന്റ്സിന് പ്രത്യേകിച്ചും മഞ്ഞ കളറിലെ ലീഫ് അടിയിൽ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതൊന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പിന്നെ ഇതിപ്പം നമ്മൾ സെല്ല് ചെയ്യാത്ത പ്ലാന്റ്സ് ആയിട്ട് പോലും ഇതിൻ്റെ ആദ്യം വരുന്ന ലീഫ് ഡെഡായി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. മറ്റേത് നമ്മൾ പൊതിഞ്ഞ് വിടുമ്പം ആവിച്ച് അങ്ങനെയുള്ള രീതിയിലാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ലൂസ്ഡ് ആയിട്ടുള്ള പോട്ടി മിക്സ്. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഗ്ലാസ്സിലെ പ്ലാന്റ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഗാർഡൻ സോയിൽ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ചകിരിച്ചോറും കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ലൂസ്ഡ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സാണിത്. അപ്പോൾ ഇത് നമ്മൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ പ്ലാന്റ്സ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, പ്ലാന്റ്സ് നടാൻ വേണ്ടി പ്ലാന്റ്സിനെ എന്ത് ചെയ്യും, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് താഴത്തേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം നമ്മൾ ഒന്നും ചെയ്യാത്ത പ്ലാന്റ്സ് ആയതുകൊണ്ട്, അതായത് നമ്മൾ റാപ്പ് ചെയ്തിട്ടില്ലാത്ത പ്ലാന്റ് ഇതുപോലെ ഇരിക്കുന്ന പേരിൽ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളത് റാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പോട്ടി മിക്സ് കുറച്ച് എന്ത് ചെയ്യും, ഒന്ന് ഇളകിയിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ഈ പ്ലാന്റിനെ എടുത്തിങ്ങനെ മറിച്ച് കഴിയുമ്പം പ്ലാന്റ് നമ്മുടെ കയ്യിലിരിക്കും, അടിയിലത്തെ പോട്ടി മിക്സ് മൊത്തം ഇളകി പോവുകയും ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ പ്ലാന്റ്സിനെ ഇത് ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് 1-2 ദിവസം ഈ കവറിലൊന്ന് വയ്ക്കുക, ഈ കവറിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഒന്ന് സർവൈവ് ചെയ്തതിന് ശേഷം മാത്രം നടാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ കവർ ഫുള്ളായിട്ട് നമ്മളൊന്ന് കീറിയെടുക്കുക. എന്നിട്ട് പതുക്കെ അതിനെ പൊക്കിയെടുത്ത് നമ്മൾ പോട്ടി മിക്സിലേക്ക് വെക്കുക. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് പ്ലാന്റ്സുകൾ കിട്ടത്തുള്ളൂ. ഇനിയിങ്ങനെ മറിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കയ്യിലേക്ക് എടുത്ത് മറിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടി മിക്സ് ലൂസായതുകൊണ്ട് പേരിൽ ഇളകിപ്പോകും. പിന്നെ ഗ്ലാസ് പ്ലാന്റുകളൊക്കെ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ഇങ്ങനെ നമ്മൾ കമത്തി കഴിയുമ്പം ഗ്ലാസിൻ്റെ ഷേപ്പിൽ തന്നെ സോയിൽ ഇരിക്കും. അതെന്ന് വെച്ചാൽ ആ മണ്ണ് കട്ടിയായിട്ട് ഇരിക്കുന്നതാണ്. ഈ മണ്ണ് കട്ടിയായിട്ട് ഇരിക്കത്തില്ല, അത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഗാർഡൻ സോയിൽ മാത്രമാണ് നമ്മളെടുത്ത് പോട്ട് തയ്യാറാക്കി വെച്ചേക്കണത് കേട്ടോ. ഇനി ഇതിലേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് ഇതിനെ പതുക്കെ ഒന്ന് നട്ടു കൊടുക്കാം. അതെങ്ങനെയാണ് അതിനകത്ത് നിന്ന് എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഒരു പ്ലാന്റ് എടുത്തിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നതിനാ, ഈ പ്ലാന്റിൻ്റെ ചുവട്ടിലേക്ക് നമ്മുടെ ഈ 2 ഫിംഗേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കമത്തി എടുക്കുകയാണ് ചെയ്യണം. അങ്ങനെയാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ലൂസ്ഡായിട്ട് പോട്ടിങ് ആണെങ്കിൽ പ്ലാന്റ് നമ്മുടെ കയ്യിലിരിക്കും, ഈ അടിയിലത്തെ ഇത് എല്ലാം
പോകും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്നതാണല്ലോ, നമ്മൾ ഇത് ട്രാവൽ ചെയ്തതല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സൈഡ് വശത്തുള്ള മണ്ണുകൾ പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ ഇറക്കി കൊടുക്കും. കണ്ടോ? ഇപ്പം ഇതിൻ്റെ വേരുകൾ ഇളകാത്ത രീതിയിൽ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പോട്ടി മിക്സിൻ്റെ അതിലൊരു ഹോള് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് പതുക്കെ നമ്മൾ ഒന്ന് ഇറക്കി വയ്ക്കും. എന്നിട്ട് സൈഡ് വശത്തേക്ക് മണ്ണൊന്ന് തട്ടിക്കൊടുത്ത് പോട്ടൊന്ന് നന്നായിട്ട് ഇതാക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തി കൊടുക്കും. ഇതിൻ്റെ ചോട് അമർത്തി കൊടുക്കും. ഇപ്പം പ്ലാന്റ് പോലും അറിയാണ്ട് നമ്മൾ പ്ലാന്റ്സിനെ നട്ട് കഴിഞ്ഞു. പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നട്ടതിന് ശേഷം നിറയെ വെള്ളം അങ്ങോട്ട് ഒഴിക്കും, അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ട്രാവൽ ചെയ്ത് വരുന്ന പ്ലാന്റുകൾ നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നടുക. നട്ടതിന് ശേഷം ഈ ചട്ടിയുടെ സൈഡ് വശത്ത് മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേറെ അങ്ങോട്ടുമല്ല, സൈഡിൽ മാത്രം. അത് സൈഡിൽ നിന്ന് ഈ പ്ലാന്റുകൾ വെള്ളം ഈർപ്പം വലിച്ചു എടുത്തോളും. പിന്നെ ഇതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചോട് ചിലപ്പോൾ ചീയാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞു പ്ലാന്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ചീയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സൈഡിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സൈഡിൽ നിന്ന് ഈർപ്പം സെൻറ്റർ ഭാഗത്തേക്ക് വലിഞ്ഞു വന്നോളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്ലാന്റ്സിൻ്റെ കടയിൽ അതായത് ആ പ്ലാന്റ്സിൻ്റെ ചോട്ടിൽ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല. എന്നാൽ പ്ലാന്റുകൾ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ നട്ടു കൊടുക്കുന്നത്. അതേ രീതിയിൽ നമ്മൾ പ്ലാന്റുകളെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടിയുടെ സൈഡ് വശത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സുകൾക്ക്. ഇനി ഇതിനെ നമ്മൾ വെയിൽ കൊള്ളാത്തൊരു ഭാഗത്തേക്ക്, അത്യാവശ്യം സെമി ഷെയ്ഡ് വരുന്നത്, അധികം ഞാൻ എന്നും പറയുന്നത് പോലെ ഒത്തിരി നമ്മൾ വെയിലില്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ട് വെക്കേണ്ടതില്ല. അത്യാവശ്യം വെയിൽ കൊള്ളുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് വെക്കുക. പോട്ടി മിക്സിലെ ഈർപ്പം പെട്ടെന്ന് വലിഞ്ഞ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുക. പെറ്റൂണിയ ചെടികൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വന്നതിന് ശേഷം നമ്മൾ പറിച്ച് നടേണ്ടത്. അപ്പം ആ ഒരു വീഡിയോ എടുത്തതിനുള്ള കാരണമുണ്ട്. കാരണം പലർക്കും ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം പല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് സേഫായിട്ട് കിട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന ഡാമേജുകൾക്കോ അല്ലെങ്കിൽ പ്ലാന്റ്സുകൾ പോകുന്നതിനോ ഒന്നും നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല. അതും കൂടെ ഞാൻ പറയുകയാണ്. ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട്, അതായത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചതഞ്ഞോ ഒടിഞ്ഞോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻഫോം ചെയ്യുക. അതല്ല, പ്ലാന്റ്സ് സേഫായിട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ നട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലാന്റ്സ് പോയി എന്ന് നമ്മുടെ അടുത്ത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയരുത്. കാരണം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ഫോൾട്ടാണ്. അപ്പം അതിന് നമ്മൾ യാതൊരു കാരണവശാലും ഉത്തരവാദികളായിരിക്കില്ല. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നമുക്ക് പിക്ക് ഇട്ട് തരിക. അപ്പം നമുക്കത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് പ്ലാന്റ്സിന് വന്നതെന്ന്. ചില സമയങ്ങളിൽ നമ്മൾ എത്ര കെയർ ചെയ്ത് അയച്ചാലും DTDCയുടെ ഒരു ഇതും കൊണ്ട് അവർ എടുത്ത് പാഴ്സലുകൾ അവരുടെ എളുപ്പത്തിനെടുത്ത് എറിയുകയാണ് ചെയ്യുന്നത്. ആ എറിയുന്ന സമയത്ത് ചിലപ്പം ചില പ്ലാന്റുകൾ ചിലപ്പോൾ ഷെയ്ക്ക് സംഭവിച്ച് ഒടിയാനും ചതയാനും ഒക്കെ ഉള്ള കാരണങ്ങളുണ്ട്. ഇങ്ങനെ എനിക്കും പല ചെടികളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനും ഓൺലൈനിൽ നിന്ന് പ്ലാന്റ്സ് മേടിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാരം എന്താണെങ്കിലും ഒന്നില്ലെങ്കിൽ പ്ലാന്റായിട്ടോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തോ നിങ്ങൾക്ക് അത് നമ്മൾ പരിഹരിച്ച് തരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഇൻഫോം ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.